സുധാർ മംഗളോദയം. സ്ക്രിപ്റ്റ് വായിക്കുക. സ്ക്രിപ്റ്റ് വായിക്കാല്ലേ സാർ? സ്ക്രിപ്റ്റ് വായിക്കാം. ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വെച്ചാൽ എപ്പിസോഡ് നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നു. നായിക പാലെടുത്ത് അടുപ്പിൽ വെക്കുന്നു. അതോടെ ആ എപ്പിസോഡ് തീർന്നു. നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ചപ്പോൾ ഒരു എപ്പിസോഡ് തീർന്ന. ഇതെന്തൊരു എപ്പിസോഡാ? പാല് തിളക്കാൻ എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം. 10 മിനിറ്റ് പരസ്യം. 30 മിനിറ്റ് ഒരു എപ്പിസോഡ് തീർക്കാം. ഓക്കെ. എനിക്ക് സ്ക്രിപ്റ്റില് കഥയിലും കുഴപ്പമില്ല. പുതുമ വേണം. പുതുമ എന്റെ പേരല്ലോ പുതുമാചന്ദ്രൻ. പുതുമ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. പുതുമുള്ള സ്ക്രിപ്റ്റ് ഞാൻ സ്വീകരിക്കൂ. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയുടെ അച്ഛൻ മരിച്ചു കിടക്കുന്നു. നായികയും വീട്ടുകാരും പൊട്ടിക്കരയുന്നു. അച്ഛൻ മരിച്ചു കിടക്കുന്നു. നായികയും വീട്ടുകാരും പൊട്ടിക്കരയുന്നു. ഇതെല്ലാം പഴമയാണുള്ളത്. ഇതെന്താ പുതുമ? എല്ലാ വീട്ടിലും ആൾക്കാർ ചത്തം ചെയ്യും, പൊട്ടിക്കരയുന്നു. ബെറ്ററാ. നായികയുടെ അച്ഛൻ ചത്ത് കിടക്കുന്നു. എല്ലാവരും ചിരിക്കുന്നു. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയെ വില്ലൻ തട്ടിക്കൊണ്ടു പോകുന്നു. നായകൻ പുറകെ പോകുന്നു. ഇതെല്ലാ പടത്തിലും കാണാം. നായിക വില്ലൻ തട്ടിക്കൊണ്ടു പോകുന്നു, നായകൻ പുറകെ പോകുന്നു. നീ വെട്ട്. നായകൻ തട്ടിക്കൊണ്ടു പോകുന്നു, വില്ലൻ മുമ്പേ പോകുന്നു. അതെ. അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് വേണം. ഒരു 10,000 ആർട്ടിസ്റ്റുകൾ വേണം. ലേഡീസ് അല്ല, ജെന്റ്സും വേണം, എല്ലാവരും വേണം. എന്ത് ചെയ്യാൻ എന്ന് വെച്ചാല് സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യുന്ന ഒരു ഷോട്ടാണ് നമുക്ക് എടുക്കുന്നത്. സെക്രട്ടേറിയറ്റ് പിക്കറ്റ് ചെയ്യുന്ന ഒരു 10,000 പേര് പിക്കറ്റ് ചെയ്യുന്ന ഷോട്ട്. അതിലെന്താ പുതുമ? സെക്രട്ടേറിയറ്റ് പിക്കറ്റിംഗ് ആണെങ്കിൽ എപ്പോഴും 10,000 പേര്. 10,000 ഒരാള് മതി. എഫക്ട് ഒക്കെ ഞാൻ കഴിഞ്ഞിട്ട് ക്ലോസ് വെച്ച് ഞാൻ പിടിച്ചോളാം. 1000 പേര് ഒറ്റ കിടക്കും ഞാൻ. ജന്തു. ഹലോ, ആരെയും സംസാരിക്കാൻ? സാറാണ് തിരക്കഥാകൃത്ത്. നമ്മളാരാന്ന് പറഞ്ഞില്ല. ഞാൻ സിനിമ അടിപൊളിക്കാൻ സുപ്രപെട്ടി. എന്റെ പൊന്നുമോൻ എന്തോടെ വന്നപ്പോ? സിനിമയിൽ അഭിനയിക്കാൻ. സിനിമയിൽ അഭിനയിക്കുന്ന മുഖത്ത് 100 ഭാവങ്ങൾ വിരിയണം. മുഖത്ത് 100 ഭാവങ്ങൾ വിരിയാനുള്ള സ്ഥലസൗകര്യം ആരെയും മുഖത്തില്ല. 25 വിരിച്ചില്ല. 25 ദിവസം കളിക്കുമ്പോൾ പൈസ കിട്ടുമല്ലോ അല്ലേ? എടാ, ഒരു നടനാവുന്നു ഉള്ളിൽ നിന്ന് വരണം പലതും. അതെ, ഓക്കാനമല്ല, ഉള്ളിൽ നിന്ന് നാം അറിയാതെ പലതും മനസ്സിലായി. എടാ, ഒരു ജന്മസിദ്ധമായിട്ടൊരു വാസന വേണം. വാസന ഉണ്ടല്ലോ, മണിച്ചോക്കൂ. 5 ദിവസം വിളിച്ചിട്ട് കണ്ടാമൃഗത്തിന് നാറ്റം. എടോ, ഞാൻ അതല്ല പറഞ്ഞത്. എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി പഠിക്കണം. അയ്യോ, ഞാൻ കൊച്ചിൻ ചേംബറിൽ പഠിച്ചത് ഞാൻ വന്നത്. എന്റെ അച്ഛന് ചായക്കട അവിടെ ആയിരുന്നല്ലോ. അവിടെ നിന്ന് പഠിക്കാനുള്ള ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ തനിക്ക് സർട്ടിഫിക്കറ്റ് കാണുമല്ലോ. സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ, അക്ഷരസ്ഫുടതയോട് പറ. സാറ് ഭയങ്കര കണിശക്കാരനാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതിന് ശേഷം പറയുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് മര്യാദക്ക് പറയുക. ഞാൻ പറയട്ടോ. എന്ത് രൂപ? ഇതിന്റെ കയ്യിലെന്താ കാര്യത്തില്? മര്യാദക്ക് പറ. ആനപ്പടക്കം പറ്റണ്ട. അത്ര ഉള്ളത് മതി. പണി ചെയ്യാം. നമുക്ക് ഒരു ഡയലോഗ് കൊടുത്തു. ഡയലോഗ് തരൂ. എനിക്ക് തരൂ, ഞാൻ പറഞ്ഞു നോക്കാം. താൻ ഇതിനകത്ത് നായകനാണ് സങ്കല്പിക്കുക. ഞാൻ നായകനോ? എന്നെ ടച്ച് പോലെ കാണിക്കുന്നത് അത് പറയണത് ഞാൻ. ടവൽ, ഡംബൽ. താൻ ഇംഗ്ലീഷ് പറയണ്ട, പച്ച മലയാളത്തിൽ പറ. തൂവാല, തുമ്പരാല. തനിക്ക് ആ ഡയലോഗ് തരാം. നായകനാണ്, വില്ലൻ വരുമ്പോൾ നെട്ടൂരാനോട് ആണോടോ തന്റെ കളി. അക്ഷരപ്പെടുന്നത് ഇവിടെ വേണം, മസ്റ്റായിട്ടും വേണം. പറഞ്ഞോളൂ. ഞാൻ നായകനോട് പറഞ്ഞു, വില്ലനോട് പറയുന്നു. നെട്ടൂരാനോടാണോടോ തന്റെ കളി. കളി ഉണ്ടായിരിക്കണോ? അക്ഷരസ്ഫുടത വേണം. സാർ കണിശക്കാരനാണ്, ഞാൻ പറഞ്ഞില്ലേ. ഒരു പ്രാവശ്യം കൊണ്ട് ട്രൈ ചെയ്യൂ. നെട്ടൂരാനോടാണോടോ തന്റെ കളി. എന്റെ കളി അതെ. ഓക്കെ,
ആക്ഷൻ. എടോ മര്യാദക്ക് പറയണം. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാം. നെട്ടൂരാനോടാണോടോ തന്റെ കളി? എന്റെ കളി സാർ ഒന്ന് പറഞ്ഞു എന്നാലും നന്നായിരിക്കും. എടോ ഇത് ആന കാര്യമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. നെട്ടൂരാനോടോ കളി. ഇത് തന്നെ ഇതാണ് അല്ല 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 അങ്ങനെയല്ല. നെട്ടൂരാനോടാണോ? മതി മതി, എന്നെ ഡയറക്റ്റ് ചെയ്യല്ലേ, ഞാൻ പലതും പറയും. എനിക്ക് അശ്വസ്മൃത കുഴപ്പമൊന്നുമില്ല. എന്തോ അല്ലേ താര് കാര്യം ചെയ്യും, തൊട്ടപ്പുറത്ത് പ്രൊഡക്ഷൻ ഉണ്ട്, Production ഉണ്ട്. അവിടെ ചായ കൊടുക്കുന്ന റോളുണ്ട്. റോളുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച അത്രേ ഉള്ളൂ. ഗ്രാൻഡ് റോള്. ശരി. ഗ്രാൻഡ് ഓക്കെ.